നിങ്ങളിപ്പോൾ ഈ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാറ് മാറ്റിയെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് നമ്മൾ MGയുടെ വിൻസർ EV എന്ന ഈ ഒരു കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 മാസക്കാലം സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടാണ് ഈ വാഹനം റോഡിൽ കൊണ്ട് കിടക്കുന്നത്. കാര്യം ഒരു സ്ക്രാച്ചോ ഒക്കെ വരാതെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടാണ് കൊണ്ട് കിടക്കുന്നത്. ഒരു സ്ക്രാച്ച് വാഹനത്തിൽ വീണ് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രാച്ച് വാഹനത്തിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും കൂടെയാണ് വീഴുന്നത്. സത്യം പറഞ്ഞാൽ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു കാറ് ജസ്റ്റ് ഒന്ന് ഒരു പ്രൊട്ടക്ഷൻ, ഒരു എന്താ പറയുക, ഒരു പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം PPF ചെയ്യാനൊക്കെ വിചാരിച്ചു, ഡീറ്റെയിലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. സാധാരണ ഇത്തരം ഡീറ്റെയിലിംഗ് സെൻറ്ററുകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ ഈ ഒരു വാഹനം ഡീറ്റെയിലിംഗ് കൊടുക്കണമെങ്കിൽ കൊച്ചിയിലേക്ക് യാത്ര പോകണം, അതുപോലെ 4 ദിവസം കഴിഞ്ഞ വാഹനം കിട്ടും, പിന്നെ അത് എടുക്കാനായിട്ട് കൊച്ചി പോകണം. അങ്ങനെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി കൊല്ലത്ത് ഞങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഡീറ്റെയിലിംഗ് സെൻറ്റർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാർ കെയർ എന്ന് പറയുന്നൊരു സ്ഥാപനം കണ്ടു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ കാർ കെയറിനകത്ത് റിവ്യൂ ചെയ്തിരിക്കുന്നവരെല്ലാം 5 സ്റ്റാർ റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ പോലും നെഗറ്റീവ് ഒരു കാര്യം പോലും പറയാത്ത ഒരു സ്ഥാപനം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാർ കെയർ എന്ന് പറയുന്ന ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. കൊല്ലത്താണ്, കൊല്ലത്ത് കടപ്പാക്കടയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ ജയലാൽ സാറാണ് ഇപ്പോൾ എനിക്ക് ആ ഷേക്കാൻ്റെ വന്നിട്ടാണ് പോയത്. സാറുമായിട്ട് സംസാരിക്കാം, ഡീറ്റെയിൽ എല്ലാം പറയാം. PPFന് മുമ്പ് നമ്മൾ വെഹിക്കിൾ പ്രിപ്പറേഷൻ ചെയ്യണം. പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വാഷിംഗ് ഉണ്ട്. വാഷിങ്ങിന് ശേഷം ഇതിനകത്ത് എന്തായാലും പുതിയ കാറാണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. അത് കണ്ടാമിനേറ്റ്സ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത് പുതിയ വെഹിക്കിൾ ആണെങ്കിലും അതിനകത്ത് ഉണ്ടാവും. യാർഡിൽ കിടന്ന വണ്ടിയാണ്, പിന്നെ ഷോറൂമിൽ വന്ന് കുറച്ച് അവിടെ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും അതിനകത്ത്. വൈറ്റ് വെഹിക്കിൾസ് ആകുമ്പോഴും ഉറപ്പായിട്ട് ഉണ്ടാവും. അതിന്റെ പ്രോസസ് ക്ലേ ബാറിംഗ് എന്ന് പറയും. ക്ലേ ബാർ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലേ ബാറിങ്ങിന് ഉപയോഗിക്കുന്ന ക്ലേ ആണിത്. ഇതിനകത്തുള്ള ഈ പോർഷനകത്തുള്ള കണ്ടാമിനേറ്റ്സ് ഉണ്ടല്ലോ, ആ കണ്ടാമിനേറ്റ്സിനെ പുള്ളപ്പ് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം വണ്ടി ഒന്നുകൂടി ഒന്ന് ഗ്ലോസി ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ PPF ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ 3-4 ദിവസം ശേഷം വീണ്ടും കാർ ഡീറ്റെയിലിംഗ് സെൻ്റർ ആയിട്ടുള്ള കാർ കെയറിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിൻസർ വർക്കെല്ലാം കഴിഞ്ഞ് അൺവെയിലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അൺവെയിൽ ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഗംഭീരം. താങ്ക് യു. കൊണ്ടുവന്നതിനേക്കാളും അടിപൊളിയായി, നല്ല ഗ്ലോ ആയി അല്ലേ? ഗ്ലോസൻസ് ഉണ്ടല്ലോ അല്ലേ? യെസ്. ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ആക്സസറീസ് എല്ലാം റിമൂവ് ചെയ്തിട്ടാണ്? എല്ലാം ഈ ബാഡ്ജിങ്സും ഡെക്കോൾസും എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ. ഈവൻ ഈ ഏരിയസ് ഒക്കെ. ഓക്കെ. സത്യം പറഞ്ഞാൽ PPF ചെയ്തു എന്ന് പറയുന്നില്ല, ആ രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അത്രയും നല്ല സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് നമുക്ക്. ഒരിടത്ത് പോലും എന്താ പറയുക, ഒരു ഫിലിമിന്റെ ഒരു ഇത് പോലും കാണാത്ത രീതിയിൽ ബബിൾസ് ഇല്ല, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് സത്യം പറഞ്ഞാൽ PPF കോട്ടിംഗ് ചെയ്തു. കഴിഞ്ഞ എൻ്റെ കിയ സെൽറ്റോസിനകത്ത് നമ്മൾ ഗ്രാഫിൻ കോട്ടിംഗ് ചെയ്തിരുന്നു. കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്നുള്ള നിലയിൽ PPF കോട്ടിംഗ് ചെയ്തു. എന്നല്ലാതെ എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഈ ഒരു PPF കോട്ടിംഗ് ചെയ്യുന്നത് കൊണ്ട് വാഹനത്തിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ലഭിക്കുമെന്ന് എനിക്കറിയില്ല. പേരിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഈ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം, അതാണ് PPF എന്ന് പറയുന്നത്. ഇത് സ്ക്രാച്ച് പ്രൂഫാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ക്രാച്ച് പ്രൂഫാണ്. മൈനർ സ്ക്രാച്ചസ്, സോൾസ് ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമിനുണ്ട്. അതുകൂടാതെ സ്റ്റോൺ ചിപ്പ് എല്ലാവരും ഫേസ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ അറിയാമല്ലോ ഇപ്പോഴത്തെ കണ്ടീഷൻ, വളരെ മോശം കണ്ടീഷൻ. അപ്പോൾ കല്ല് തെറിച്ച് വീഴുക, സ്റ്റോൺസ് വീഴുക. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ചിപ്പുകളൊക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. ചെറിയ ഡെൻസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഫെയ്ഡിങ് ഉണ്ടാവില്ല, മഞ്ഞിപ്പ് ഉണ്ടാവില്ല. അല്ല, സാധാരണ ഇത്തരം പ്ലാസ്റ്റിക് ഫിലിമുകളാണല്ലോ ഇതിനകത്ത് വരുന്നത്. അത് സാധാരണ ഈ പറഞ്ഞ ഫോണിൻ്റെ ഇപ്പോൾ TP കേസൊക്കെ നമ്മൾ ഫോണിൽ ഒട്ടിക്കാറുണ്ട്. കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ ചെറിയ കളർ ചേഞ്ചിങ് വരാനുള്ള സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ട് ഫോണിൻ്റെ കേസ്. ഇത്തരത്തിൽ PPF അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു യെല്ലോയിഷിനുള്ള ഒരു കാരണം എപ്പോഴെങ്കിലും ആകാറുണ്ടോ സാധാരണ? ഇല്ല, അത് ശരിക്കും പറഞ്ഞാൽ പഴയ TPH എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അത് തെർമോ പ്ലാസ്റ്റിക് ആയിരുന്നു. അത് PVC ആയിരുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം വരുന്ന പോളിയൂറത്തേൻ ഷീറ്റാണ് വരുന്നത്. ഏറ്റവും വിർജിൻ ആയിട്ടുള്ള ആൽഫാറ്റിക് പോളിയൂറത്തേൻ ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് കൂടുതലായിരിക്കും, ആ പോളിയൂറത്തിൻ്റെ ഗ്രേഡ് കൂടുതലായിരിക്കും. അപ്പോൾ യെല്ലോയിഷ്നസ് ഉണ്ടാവില്ല. വിർജിൻ പോളിയൂറത്തേൻ ആണ്, അപ്പോൾ യെല്ലോയിഷ്നസ് വരത്തില്ല. അത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്, ഇപ്പോൾ പല തിക്നെസ്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. തിക്നെസ് ഒന്നും അല്ല ഫാക്ടർ, ബ്രാൻഡാണ് ഏറ്റവും വലിയ സംഭവം. ഹൈ ക്വാളിറ്റി ബ്രാൻഡ് യൂസ് ചെയ്യുക, അപ്പോൾ ഈ പറയുന്ന യെല്ലോയിഷ്നസോ അല്ലെങ്കിൽ ഫെയ്ഡിങ്ങോ ഒന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിലിം ഏത് ബ്രാൻഡിൻ്റെതാണ്? ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ആവറി ഡെനിസൺ ആണ്. ആവറി ഡെനിസൺ എന്ന് വെച്ചാൽ ഫോർച്യൂൺ 500 കമ്പനിയാണ്, മെയ്ഡ് ഇൻ US ആണ്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിംസിൽ ഒന്നാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒന്നാമത് വൈറ്റ് ആണ്, യെല്ലോയിഷ്നസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് ഫിലിം തന്നെ നമ്മൾ ചൂസ് ചെയ്തു. അപ്പം താങ്കളുടെ ചോയ്സ് നമ്മൾ എടുത്തു. താങ്കളുടെ താല്പര്യത്തിനാണ് നമ്മൾ ഒന്ന് ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയത്. അപ്പോഴേ ഈ ചെയ്ത വർക്കിന്
എത്ര നാളത്തെ വാറണ്ടി ഉണ്ട്? നമ്മുടെ കയ്യിൽ പല റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്, ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. 13-14 ബ്രാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് 3 years മുതൽ 12 വർഷം വരെ 12 years വരെയുള്ള വാറണ്ടി പാക്കേജ് ഉണ്ട്. ഇതിപ്പം നമ്മൾ 5 years വാറണ്ടി പാക്കേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സെൽഫ് ഹീലിംഗ് എന്ന് ഞാനിങ്ങനെ PPF ആയിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. എന്താണ് ഈ സെൽഫ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ചസ് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഹീൽ ആവുക എന്നുള്ളതാണ്. മൈനർ സ്ക്രാച്ചസ് വീഴാം, സേൾസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള സേൾസ് ഒക്കെ നമ്മൾ സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത്, അത് വെയിലത്ത് കിടക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഹീൽ ആവും. ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള നോർമൽ ഒരു പെയിന്റിന്റെ മേളിൽ സ്ക്രാച്ച് വീണാൽ അതിപ്പം മെഷീൻ വെച്ച് അടിച്ച് ബഫ് ചെയ്ത് കളയേണ്ടി വരും. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി അത് ഹീൽ ആവും. ഇതിനകത്തുള്ള പോളിമേഴ്സ് ഉണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്യും. ഇതിനകത്ത് സിലിക്കൺ ഉണ്ടാവും, പോളിമേഴ്സ് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഫിലിം വരുന്നത്. ഇപ്പം സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചൂട് വെള്ളം ഒഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹീറ്റിന്റെ ഗൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഫില്ല് ആവും. കാരണം അതിന്റെ കെമിക്കൽ റിയാക്ഷൻ അങ്ങനെയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ഒരു സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാലും ഈ ഒരു സെൽഫ് ഹീലിംഗിന്റെ ഭാഗമായിട്ട് അത് നള്ളിഫൈ ചെയ്യപ്പെടും. അത് അതാ പറയുന്നത്, ഫിലിം ബ്രാൻഡഡ് ആയിരിക്കണം. ഏത് നല്ല ഫിലിം ആണെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാഫിൻ കോട്ടിംഗ് ഉണ്ട് അല്ലേ, സിറാമിക് കോട്ടിംഗ് ഉണ്ട്, PPF കോട്ടിംഗ് ഉണ്ട്, പിന്നെയും കുറെ കോട്ടിങ്ങുകൾ അല്ലേ, പല നമ്മുടെ മെറ്റൽ ഓക്സൈഡ്, നാനോ ഡയമണ്ട് കോട്ടിംഗ് ഉണ്ട്. ഒരു വാഹനം വാങ്ങുന്ന ആൾ ഏത് തരം കോട്ടിംഗ് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും അയാൾക്ക്? അതൊരു ബഡ്ജറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. 10,000 റുപ്പീസിന് നമ്മുടെ നോർമൽ കാസിനൊക്കെ 10,000 സ്റ്റാർട്ട് ചെയ്യും. സെറാമിക്കും ഗ്രഫീനും ഒക്കെ നമുക്ക് 10,000 ബേസിക് സ്റ്റാർട്ട് ചെയ്യും. ഒരു ബഡ്ജറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ അല്ല, ഒരു അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ വേണം. ഇതുപോലൊരു എന്താ പറയുന്നത്, സ്ക്രാച്ച് പ്രൂഫ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫിലിം വേണമെന്നുണ്ടെങ്കിൽ, ഒരു കോട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പം ബഡ്ജറ്റ് വ്യത്യാസം. ഒരു എക്സ്ട്രീം കോട്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും PPF തന്നെ ആയിരിക്കും. എക്സ്ട്രീം കോട്ടിംഗ് PPF തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പം ചില കൗതുകം ലേശം കൂടുതലുള്ള വീഡിയോ കാണുന്നവരൊരു കമന്റ് ചെയ്യാറുണ്ട്, പൊതുവിൽ ഇത്തരം ഗ്രാഫിൻ കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ള കോട്ടിംഗ് ചെയ്യാതെ അഥവാ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പെയിന്റ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. ഞാനും സെയിം സംഭവം ഫേസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. പക്ഷേ ആ റീപെയിന്റ് ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഒരു റോബോട്ടിക് ഹെൽപ്പോട് കൂടി പ്ലാന്റ് ചെയ്ത് വരുന്ന പെയിന്റിങ്ങിന്റെ ക്വാളിറ്റി ഒരിക്കലും രണ്ടാമത് പെയിന്റ് ചെയ്യുമ്പോൾ കാണില്ല. പിന്നെ വരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് വിൽക്കാൻ പോകുന്ന സമയത്ത്, ഈ വാഹനം സെയിൽ ചെയ്യുന്ന സമയത്ത് അത് തട്ടിയതാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും, റീപെയിന്റ് ചെയ്താണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് റീസെയിലിനെ അഫക്ട് ചെയ്യും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. മാത്രമല്ല പെയിന്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രാവശ്യം പെയിന്റ് ചെയ്യും? ആദ്യം പെയിന്റ് ചെയ്തതിനു ശേഷം വീണ്ടും സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും പെയിന്റ് ചെയ്യും. അപ്പൊ അതിന് കോസ്റ്റ് കൂടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കോട്ടിങ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ ഈ PPF ചെയ്തു 5 വർഷത്തേക്ക് എനിക്ക് ഇനി ഒന്നും പേടിക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ? 5 വർഷത്തേക്ക് തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ സ്ക്രാച്ചിനെ പേടിക്കണ്ട. ഒന്നും പേടിക്കണ്ട. സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പാർട്സിൽ എന്തെങ്കിലും ഓടുന്ന വണ്ടിയാണ്, ഇല്ല റോഡിൽ എന്തും സംഭവിക്കാം. ചെറിയൊരു ഭാഗത്ത് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ വന്നാൽ നമ്മൾ ആ ഭാഗത്ത് ഈ കോട്ട് ചെയ്തിരിക്കുന്ന PPF പിന്നെ നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത്? നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം പലർക്കും സംശയമുണ്ട്, ഇത് പെയിന്റ് പോകുമെന്നുള്ളത്. എല്ലാ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് പെയിന്റ് ലൈഫ് പോകാറുണ്ടോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. നല്ല ഗ്ലൂ ആണെങ്കിൽ, ക്വാളിറ്റി ഫിലിം ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ റിമൂവൽ ഇഷ്യൂ വരില്ല, പെയിന്റ് ഇഷ്യൂ ഉണ്ടാവത്തില്ല. കാരണം ഈ ഒരു PPF ഫിലിമിനെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഗ്ലൂ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്ന ഗ്ലൂ. ഇപ്പോൾ ആവറി ഡെന്നിസിനെ സംബന്ധിച്ച് അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഗ്ലൂ ആണ്, ആവറിയുടെ തന്നെ ഗ്ലൂ ആണ്, അത് വേൾഡ് ക്ലാസ് ഗ്ലൂ ആണ്. അപ്പോൾ ആ സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെയിന്റ് റിമൂവ് ആകാതെ നമ്മൾ ഇളക്കിയെടുക്കാം, നമുക്ക് വീണ്ടും ഒട്ടിക്കാം. ആ ഒരു ഭാഗം മാത്രം ഒട്ടിച്ചാൽ മതി. അപ്പോൾ സാറ് പറഞ്ഞു 5 വർഷം വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ നമ്മുടെ 5 വർഷം. അപ്പോൾ ഈ വാറണ്ടിയിൽ കവർ ചെയ്യുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ഫിലിമിന് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഫിലിമിന് അതിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ യെല്ലോയിഷോ അല്ലേ, അങ്ങനെ ഫിലിമിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ്, യെല്ലോയിഷ് ആവുക, ഫെയ്ഡ് ആവുക, സ്ക്രാച്ചസ് മീൻസ് എന്തെങ്കിലും ഉണ്ടാവുക, മനസ്സിലായില്ലേ, ഫെയ്ഡിങ് വരിക, ടച്ച് മാർക്സ് വരിക, ബബിൾസ് വരിക, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ അത് റെക്ടിഫൈ ചെയ്യും. അതെ. വേറൊരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ വാറണ്ടി മീൻസ് ഈ വാറണ്ടിയാണ്, കമ്പനി തന്നെ ഓൺലൈൻ വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാം, വാറണ്ടി ക്ലെയിം ചെയ്യാം. ഞാൻ ഇനി എന്തെങ്കിലും ഒരു വാറണ്ടി ക്ലെയിം ചെയ്യുന്നതിന് കാർ കെയർ തന്നെ വരണമെന്നില്ല. ഇല്ല, ഇപ്പം നാളെ കാർ കെയർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം 5 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ ശേഷം നിങ്ങൾ ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കാം, അത് നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാം. അതാണ് ഇങ്ങനെയുള്ള ഫിലിംസ് ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ഈ വാറണ്ടി തരുന്നത് കാർ കെയർ അല്ല 5 വർഷത്തേക്ക്, ഈ ഒട്ടിച്ചിരിക്കുന്ന PPF മാനുഫാക്ചർ ആണ്, കമ്പനിയാണ് തരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ആ വെഹിക്കിൾ അത് നമുക്ക് കാലിക്കറ്റിൽ നിന്ന് വന്ന വെഹിക്കിളാണ്. കാലിക്കറ്റിൽ നിന്ന് കൊല്ലത്ത് പോകുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന്, അപ്പോൾ ആ ട്രസ്റ്റിന്റെ പാർട്ടാണ് അദ്ദേഹത്തിന്. കാലിക്കറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ പോയി അദ്ദേഹത്തിന് അത്
ചെയ്യാൻ പറ്റും അത്. ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ നാഗർകോവിലിൽ നമ്മളിപ്പോൾ ഒരാഴ്ച മുമ്പ് നാഗർകോവിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ നാഗർകോവിൽ തന്നെ അവർക്ക് അത് ക്ലെയിം ചെയ്യാം. അപ്പം നമ്മളൊരു വാഹനത്തിന്റെ കേസ് ആയാൽ പോലും വാറണ്ടി എന്ന് പറയുന്നത് ഇല്ലേ ആ വാഹനത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യാനാണ്. എന്നാൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇല്ലേ നമ്മുടെ ഭാഗത്തു നിന്ന് വാഹനത്തിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു വരുമ്പോൾ ഇൻഷുറൻസ് ചില പ്രോഡക്ട്സിന് ഇൻഷുറൻസ് ഉണ്ട്. ഈ PPF പ്രോഡക്റ്റുകൾക്ക് അത്തരത്തിൽ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും. എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? അത് നമുക്ക് ഈ പറയുന്ന ആക്സിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെഹിക്കിളിന് ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ PPF നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 1-2 പോർഷൻസ് നമുക്ക് റീപെയിന്റ് ചെയ്യേണ്ടി വന്നു, അപ്പം ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും, PPF റിമൂവ് ചെയ്യേണ്ടി വരും. ആ പോർഷനിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഈ ഇൻഷുറൻസ് ചെയ്തിരുന്നാൽ ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കണം, അതിന് സെപ്പറേറ്റ് കോസ്റ്റ് ഉണ്ട്. അത് വർഷാവർഷം തന്നെ നമ്മൾ റിന്യൂ ചെയ്യണം. മനസ്സിലായി. നമ്മൾ പോളിസി എടുക്കുന്ന പോലെ ഇൻഷുറൻസ് പോളിസി കാറിന് എടുക്കുന്ന പോലെ തന്നെ ഫിലിമിന് നമുക്ക് വർഷാവർഷം ഇയർലി നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഒരു PPF ചെയ്യണമെങ്കിൽ നോർമലി എത്ര മുതൽ ഒരു കോസ്റ്റ് ആവും? സാധാരണ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്വാഭാവികമായിട്ടും വരുന്നത് തീർച്ചയായിട്ടും ഒരു സ്മാൾ കാറൊക്കെയാണ് ഒരു 50 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ബ്രാൻഡ്സ് നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 50 റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പുതുതായിട്ടൊരു വാഹനം വാങ്ങുന്ന ആൾക്ക് ആ ഒരു വാഹനം വാങ്ങുന്നതിന് വേണ്ടി തന്നെ നല്ലൊരു ബജറ്റായി കാണും. അതുകൊണ്ട് തന്നെയും ചിലപ്പോൾ ഒരു PPF ചെയ്യാൻ ഫുൾ എമൗണ്ട് ഇതുപോലെ എടുക്കാൻ ചിലപ്പോൾ കയ്യിൽ ആ സമയത്തുണ്ടാവണമെന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രധാനമായിട്ടും സ്ക്രാച്ച് വീഴാൻ സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. ഇപ്പോൾ അതിന് മിറേഴ്സ്, അതുപോലെ ഈ ചിപ്പിംഗ് സംഭവിക്കുന്ന സ്ഥലങ്ങൾ അല്ലേ, അങ്ങനെ പാർട്ടായിട്ട് ഇവിടെ PPF ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അല്ല, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ക്രാച്ച് പ്രോൺ ഏരിയാസ് എന്ന് പറയുമ്പോൾ സൈഡ് മിറേഴ്സ്, ഇപ്പോൾ ഈ ബമ്പർ കോർണേഴ്സ്, സ്റ്റെപ്പ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ഹാൻഡിൽ ഡോർ ഹാൻഡിൽസ് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് വീഴുന്ന ഒരു ഏരിയയാണ്. ഇവിടെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയാസിൽ നമുക്ക് സെറാമിക്കോ ഗ്രാഫീനോ ചെയ്തിട്ട് അത്യാവശ്യം PPF ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. അതായത് ബാക്കി ഗ്ലോ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സെറാമിക് കോട്ടിങ്ങും ഈ പറഞ്ഞ പോലെ സ്ക്രാച്ച് കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ PPF കോട്ടിങ്. അല്ല, ഇപ്പോൾ ഗ്ലോ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളെല്ലാം കോട്ടഡ് ഫിലിംസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോസിനെസിനകത്ത് യാതൊരു പ്രശ്നമില്ല. മുമ്പൊക്കെ ആ ഗ്ലോസിനെസിനെ കുറിച്ച് കസ്റ്റമേഴ്സ് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ല, താങ്കൾ കണ്ടില്ലേ, ഗ്ലോസിനെസിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അറിയേയില്ല ഇത് സെറാമിക് ആണോ, ഇത് ഗ്രാഫീൻ ആണോ, PPF ആണോ എന്ന് അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, PPF ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻസ് മാത്രമാണ് കിട്ടുന്നത്, ഈ ഒരു ഗ്ലോ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് കിട്ടും. തീർച്ചയായിട്ടും ഗ്രാഫീൻ പോലെ അല്ലേ, അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ഗ്ലോ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ട്. ഇപ്പം വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിലിംസിനകത്ത് ആ ഒരു പ്രോപ്പർട്ടി കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ കളറ്, വാഹനത്തിന്റെ കളറ് ഇന്ന കളറിന് കോട്ടിങ് ചെയ്യുമ്പോഴായിരിക്കും ബെറ്റർ, ഇന്ന കളറുകൾ ചെയ്ത് അത്രയും ഒരു ഗ്ലോ കിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ വാഹനം തന്നെ വൈറ്റ് ആണ്, എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വൈറ്റ് ചെയ്താൽ എത്രത്തോളം ആ ഒരു ഗ്ലോ അറിയുമെന്നുള്ളത്. അങ്ങനെ പൊതുവിൽ അങ്ങനെ ഒരു ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടോ? ശരിക്കും അത് കുറച്ച് സത്യമുണ്ട്. അതായത് ബ്ലാക്ക്, റെഡ്, ഡാർക്ക് കളേഴ്സിന് ഫോർ എക്സാമ്പിൾ ആണ് ആ കിടക്കുന്ന വണ്ടികൾ, ഈ ബ്ലാക്കിനൊക്കെ കൂടി കുറച്ചുകൂടി ഗ്ലോസ്നെസ് ഉണ്ടാവും, കൂടുതലായിരിക്കും. വേറൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലിംസിന് ഒപ്റ്റിക്കൽ ക്ലാരിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം ഒരു ബ്ലാക്ക് വെഹിക്കിളിനോ റെഡ് വെഹിക്കിളിനോ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ അതിന് ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് അത് കാണിക്കുക കളർ. അപ്പോൾ ബ്ലാക്ക് കുറച്ചുകൂടെ ഗ്ലോസി ആയിട്ട് കിട്ടും. ആ ഒപ്റ്റിക്കൽ ക്ലാരിറ്റി ഹൈ ആയതുകൊണ്ടാണ്. വൈറ്റിനും ചെയ്താൽ വലിയ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മുമ്പിൽ കിടക്കുന്നത്. നല്ല ഗ്ലോയും കാര്യങ്ങളെല്ലാം. ഈ ഗ്രാഫിൻ കോട്ടിങ്, സെറാമിക് കോട്ടിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈഡ്രോഫോബിക് എഫക്ട് കിട്ടും. അതായത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ചേമ്പലയിൽ വീഴുന്ന പോലെ തിരിച്ചു പോകും അല്ലേ? അത് ഈ PPF-നുണ്ടോ? ഹൈഡ്രോഫോബിക് എഫക്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സ്ക്രാച്ച് റെസിസ്റ്റൻസ് കൂടാതെ ഈ പറഞ്ഞ ഹൈഡ്രോഫോബിക് എഫക്ട് ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഡെബ്രിസ്, പിന്നെ ഈ പറയുന്ന സ്റ്റെയിൻ മാർക്കുകൾ, ഇതിനെയൊക്കെ നമ്മൾ ഒരുവിധം ഓക്സിഡേഷൻ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, കാരണം സ്റ്റിക്ക് ഓൺ ആവില്ല. ഹൈഡ്രോഫോബിക് ഇതിനകത്തുണ്ട്. അപ്പോഴേ നമ്മൾ ഇപ്പോൾ ഇതിപ്പം PPF ചെയ്തു, ഇനി ഇപ്പോൾ ഇത് വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വെയിലത്ത് ഇടാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ തണൽ ഏരിയകളിൽ ഇടാവുന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് എന്തെങ്കിലും? ഇല്ല, അങ്ങനൊന്നും കണ്ടീഷൻസ് ഒന്നും ഇപ്പം ആവറേജെ സംബന്ധിച്ച് അവർ യാതൊരു കണ്ടീഷനും പറയുന്നില്ല. നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ്, എക്സ്ട്രീം ആണ്. ഇപ്പം മഴയും വെയിലും ഒക്കെ മാറി വരുന്ന ക്ലൈമറ്റ് ആണ്. അപ്പം പ്രത്യേകിച്ച് ആവറേജ് അല്ലെങ്കിൽ ഇവരൊന്നും പറയുന്നില്ല ഈ ഒരു കണ്ടീഷൻ മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഏത് കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് വാറണ്ടി ഒരു പ്രശ്നം ഇഷ്യൂസ് ഇല്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ PPF ചെയ്തു, ഇനി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് PPF ചെയ്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാഹനത്തിൽ? ക്വാളിറ്റി സർവീസ് സെന്റേഴ്സ് ചൂസ് ചെയ്യുക. പരമാവധി നല്ല ധാരാളം സർവീസ് സെന്റേഴ്സ് ഉണ്ട്, എല്ലായിടത്തും അവൈലബിൾ ആണ്. നല്ല സർവീസ് സെന്റേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ വാഷ് ചെയ്തതിന് ശേഷം എപ്പോഴും ഒന്ന് ഡ്രൈ ആക്കി സൂക്ഷിക്കുക. മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുക. വർഷാവർഷം ഒന്ന് മെയിൻ്റനൻസിന് കൊണ്ടുവരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെയിൻ്റനൻസിന് കൊണ്ടുവരാം. അപ്പം അത് മതിയാവും. വേറെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ കെയർ ഒന്നും ഈ PPF-ന് വേണ്ട. അപ്പം അത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നമ്മൾ PPF ചെയ്യാതെ ഉപയോഗിക്കുന്ന വാഹനത്തിന് കൊടുക്കുന്ന അത്ര കെയർ എന്തായാലും PPF ചെയ്താൽ
100% ഇത് വേണ്ട. അല്ലേ, സിമ്പിളി അങ്ങനെ പറയാം. പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങളിത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക. ഓക്കെ, അതെ, കൂടെ കൊണ്ടുവന്ന് മെയിൻ്റനൻസോ അങ്ങനെ ഒന്നും വേണ്ട. അതുപോലെ ഞാൻ നേരത്തെ ഗ്രാഫിൻ കോട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ചിലരെങ്കിലും ചോദിച്ച ഒരു സംശയമുണ്ട്. ഇത് ഇത്രയും നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഇത്രയും ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നെങ്കിൽ ബെൻസ്, ഓഡി പോലുള്ള പ്രീമിയം കാറുകൾ എന്തുകൊണ്ട് ഇത് ചെയ്ത് കമ്പനിയായിട്ട് ചെയ്ത് ഇറക്കുന്നില്ല എന്നൊരു ചോദ്യം, അതൊരു വാലിഡ് ചോദ്യമായിട്ട് എനിക്ക് അന്ന് തോന്നി. തീർച്ചയായിട്ടും വാലിഡ് ആണ്. കാരണം ഞാനും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ വീഡിയോസിനൊക്കെ താഴെ കമൻസുകൾ ചോദിക്കാറുണ്ട്, ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ പുതിയ പെയിന്റ് ചെയ്യുന്നതാണല്ലോ എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പ്രീമിയം കാർസിനകത്ത് PPF ചെയ്ത് വരുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അല്ല, ശരിക്കും ഈ പ്രീമിയം മാനുഫാക്ചേഴ്സ്, പ്രീമിയം ഇപ്പോൾ എല്ലാ മാനുഫാക്ചേഴ്സ്, ഈവൻ എന്താ പറയുന്നത്, ഏറ്റവും പുതിയ ആൾക്കാരാണെങ്കിലും പഴയവരാണെങ്കിലും ഒക്കെ അവരുടെ മാനുഫാക്ചറിങ് ലൈൻ, പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ്, റോബോട്ടിക് ആണ്. ഈ റോബോട്ടിക് ലൈനിനകത്ത് അപ്പോൾ ഈ PPFനെ സംബന്ധിച്ച് PPF ഒരു സ്കിൽ പേഴ്സൺ വർക്ക് ചെയ്യുന്നതാണ്, മാനുവലി ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അത് റോബോട്ടിക്ക് പറ്റില്ല. ഒന്ന്, ഇപ്പോൾ ഈ റോബോട്ടിക് ലൈൻ ഈ പോകുന്ന സമയത്ത് അവിടെ ഒരാൾ നിന്ന് PPF ഫിലിം ഒട്ടിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലില്ല. ടൈം കൺസംഷൻ ഭയങ്കര കൂടുതലാണ്. ഇതിപ്പോൾ 4-5 ഡേയ്സ് എടുക്കും. ഇങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ റോബോട്ടിക് അല്ല, ഒരു മനുഷ്യൻ്റെ അധ്വാനമാണ് ഇതെന്ന് പറയുന്നത്. ചിലപ്പോൾ 4 to 5 ഡേയ്സ് എടുക്കും. ഇപ്പോൾ ഇത്രയും എന്താ പറയുന്നത് ഇത്രയും കാസാണ് ഒരു സമയത്ത് ഇറങ്ങി പോകുന്നുള്ളത്. വോളിയം ഭയങ്കര വോളിയമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ല. പിന്നെ അതിൻ്റെ വാറണ്ടി ഇഷ്യൂസ്, അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ്, അതിൻ്റെ ബബിൾസ്, ഇതൊന്നും ഒരു മാനുഫാക്ചറിങ് ലൈനിൽ അത്ര പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഒരു കസ്റ്റമറുടെ ചോയ്സാണ് അത്, അൾട്ടിമേറ്റ് ചോയ്സാണ്. ഈ വണ്ടി ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ ആയിരിക്കും തീരുമാനിക്കുന്നതിനകത്ത് കോട്ടിങ് വേണോ വേണ്ടയോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ആയിരിക്കും അത്. പിന്നെ പ്ലാൻ ചെയ്യുന്നപ്പോൾ അത് ചെയ്തു വരുന്ന എൻ്റെ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കോസ്റ്റ് കട്ടിങ് ഒരു പ്രധാന ഘടകമാണ്. തീർച്ചയായിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ഒട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 lakhs നടക്കേണ്ട വണ്ടി 12 lakhs, ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു PPF ആണ്, ഒരു അൾട്ടിമേറ്റ് PPF ആണെന്നുണ്ടെങ്കിൽ 12 lakhs rupees ആവും. മാനുഫാക്ചർ എപ്പോഴും ഒരു കോസ്റ്റ് ആണ്. കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ കോസ്റ്റ് മാനേജ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഇപ്പോൾ ഈ PPF നമ്മൾ ചെയ്ത് കഴിഞ്ഞു, എപ്പോഴെങ്കിലും ഈ PPF റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ സാധ്യമാണോ? പിന്നെ തീർച്ചയായിട്ടും ഏത് സമയത്ത് റിമൂവ് ചെയ്യാം, ഏത് സമയത്തോളം റിമൂവ് ചെയ്യാം. ഒന്നും പേടിക്കാതെ റിമൂവ് ചെയ്യാം, ഒന്നും പേടിക്കാതെ റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മൾ 5 വർഷത്തെ വാറണ്ടിയിൽ എടുത്ത് ചിലപ്പം 6ാമത്തെ വർഷം അല്ലെങ്കിൽ 7ാമത്തെ വർഷമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ക്രാക്സോ ഡിസ്കളറേഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മൂവ് ചെയ്യാനുള്ള സമയം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണ്ട. വാറണ്ടി ടൈം കഴിഞ്ഞിട്ട് നമുക്ക് 1-2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ 5 വർഷത്തെ വാറണ്ടി PPF ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നുണ്ട്. ആ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താണ്? അത് റിമൂവ് ചെയ്ത് അടുത്ത് ചെയ്യാനോ അത് റീസ്റ്റോറേഷൻ ചെയ്യാനോ ചെയ്യുന്നത്? കസ്റ്റമറുടെ ചോയ്സ് ആണത്. നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. അത് വേണ്ടാന്ന് വീണ്ടും എക്സ്പെൻസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടിങ് പോലെ നമുക്ക് ചെയ്തിടാം, ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 years വാറണ്ടിയാണ്, ഒരു ലൈഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. 10 years അതവിടെ കിടന്നോളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ കാറ് എന്നത് ഒഴിച്ച് ചെറിയ ബൈക്കുകൾ 2 വീലേഴ്സും ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ 2 വീലേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? PPF ആണോ, സിറാമിക് കോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണോ? അല്ല, ഇപ്പം PPF ആണ് ട്രെൻഡ്. അതെ, നമുക്കൊരു ബുക്കിംഗ് ടൈം ഉണ്ട്. നേരത്തെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബുക്കിംഗ് എടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു പോയിന്റ് വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ PPF അവരുടെ വാഹനങ്ങൾ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പുതിയ കാറുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ PPF കോട്ടിങ് ചെയ്യാൻ സാധിക്കൂ? അതോ അവരൊക്കെ ഉപയോഗിച്ച് 2-3 വർഷം വന്ന് കുറച്ച് സ്ക്രാച്ചും കുറച്ച് ഇഷ്യൂസും ഒക്കെ ബോഡിയിൽ ആൾറെഡി വന്ന വാഹനങ്ങൾക്കും ഈ PPF കോട്ടിങ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. നമുക്ക് പുതിയതിനും പഴയതിനും ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് പെയിന്റ് കറക്ഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ തന്നെ നമ്മൾ പെയിന്റ് കറക്ഷൻ ചെയ്തിട്ട് എല്ലാ കേസും വരുന്നത്. ന്യൂ കാർസ് ആണെങ്കിൽ പോലും നമുക്ക് പെയിന്റ് കറക്ഷൻ വേണ്ട സംഭവങ്ങൾ. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുള്ള ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ഇഷ്യൂസ് ഒക്കെ നമ്മളിവിടെ കറക്റ്റ് ചെയ്യും. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പഴയ വാഹനത്തിന് നമുക്കിപ്പം റീപെയിൻറ്റഡ് ബോഡി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഒട്ടിക്കാം. അല്ല, ഞങ്ങൾ പെയിന്റ് ചെയ്യാണ്, ഇപ്പം നമുക്ക് അറിയില്ല ഇത് എവിടെ നിന്ന് വരുന്ന വാഹനമാണ്, അതിൻ്റെ പെയിന്റ് ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു വാഹനമാണെങ്കിൽ അതിനകത്ത് റിസ്ക് ഉണ്ട്, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ആൾറെഡി ഗ്രാഫിൻ കോട്ടിങ്ങോ സിറാമിക് കോട്ടിങ്ങോ ചെയ്തിട്ട് 2-3 വർഷമൊക്കെ ആയ വാഹനം, അതിനകത്ത് PPF ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അല്ല, അതിനെന്താ പ്രോസസ്സ്? അത് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു കോട്ടിങ് ചെയ്യുമ്പോൾ, ഗ്രാഫിൻ കോട്ടിങ് അല്ലെങ്കിൽ സിറാമിക് കോട്ടിങ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോ വരും, അതിനകത്ത് ഈ ഫിലിം ഒട്ടിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സ്റ്റിക്ക് ആകാതിരിക്കും? നമ്മൾ അത് റിമൂവ് ചെയ്യും. ഞങ്ങൾ സാൻഡ് ചെയ്ത് റിമൂവ് ചെയ്ത് ശേഷമായിരിക്കും നമ്മൾ ആ കോട്ടിങ്ങിന്റെ എഫക്ട് റിമൂവ് ചെയ്യണം. ഫസ്റ്റ് റിമൂവ് ചെയ്യണം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഞാൻ കൊല്ലത്തുണ്ടായിട്ട് ഇത്രയും കാലം കൊല്ലത്തുണ്ടായിട്ട് പോലും കാർക്കാരനെ എനിക്ക് അറിയില്ലായിരുന്നു സീരിയസ്ലി. അതെൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം മേ ബി. പക്ഷേ ഗൂഗിൾ ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ 600-ലധികം ആളുകൾ 5 star റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് സെൻറ്റർ, അതാണ് എന്നെ ഞെട്ടിപ്പിച്ചതും എന്നെ ഇവിടെ കൊണ്ടുവരാൻ കാരണമായത്. സത്യസന്ധമായിട്ട് പറയും, ജെന്യൂൻ റിവ്യൂസ് ആണ്, അത് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചിരുന്നു സീരിയസ്ലി. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോഴും ഞാനും ഇനി ഒരു റിവ്യൂ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 5 star റേറ്റിംഗ് തന്നെയായിരിക്കും. എനിവേ, അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും അല്ലേ, സാറിൻ്റെ അടുക്ക തന്നെ കൊണ്ടുവന്ന് കാർക്കെയറിൽ തന്നെ കൊണ്ടുവന്ന് വാഹനം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക്
ജയരാജേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് എങ്കിലും ഉറപ്പായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കും, സംശയമൊന്നും വേണ്ട. സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? തീർച്ചയായും. അപ്പോൾ സാറിൻ്റെ കാർ കെയറിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തേക്കാം. ഇവിടെ വിളിച്ച് ലൊക്കേഷനൊക്കെ തിരക്കി താല്പര്യമുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് അവരുടെ കാറുകൾ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് നല്ല രീതിയിൽ സൂക്ഷിക്കാം. ഒരു കാര്യം അഷ്വർ ചെയ്യാം, ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, അത് ഞാൻ ഉറപ്പ് തരാം. എനിവേ ഒരുപാട് താങ്ക്സ്. ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ അടിപൊളി സെറ്റാക്കി. താങ്ക് യു. താങ്ക് യു.